ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാരങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നാരങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുരുവൊക്കെ ഒന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ ഇതുപോലെ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലെമൺ ജ്യൂസ് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര ലെമൺ ജ്യൂസിൽ നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫാനിന് താഴെ വെച്ചിട്ടാണ് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് വേണം ഇതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട്. വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ മെൽറ്റായി പോവും. ഒരിക്കലും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കരുത്. അപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 7 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കണം. ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് ലെമൺ പൗഡർ ഇട്ട് വളരെ പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.